പരിപാടി നടക്കില്ല അത് കാരണേ ഭയങ്കര സ്നേഹമാണ്. കാരണം അവരുടെ ഫാമിലി മെമ്പറിനെ കാണുന്നൊരു കഴിഞ്ഞ ദിവസം ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഞങ്ങളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് ഉണ്ടാവുമല്ലോ. മുടിയനും ഉണ്ടാവും. അന്ന് അവരുടെ ദുബായിലൊരു പ്രോഗ്രാം കഴിച്ചിട്ട് തിരിച്ചു വരാം. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അവര് അവനതാ ഇഷ്ടം. മുടിയെന്ന് വിളിക്കുന്നത് അവനിഷ്ടം. ജാസ്മിൻ ഉണ്ടായിരുന്നു അവിടെ. അവിടെ ട്രിവാൻഡ്രത്തെ കാര്യം ഉഷാറല്ലേ ഡാൻസ് കളിക്കും കളിയും ഇല്ലേ ഇല്ലാതാണോ നീ കോൺഫിഡൻസ് പറയാൻ ഇല്ലാത്ത കോൺഫിഡൻസ് പറയാൻ എൻ്റെ ഫോട്ടോ നമുക്ക് ഞാൻ ആ പോസ്റ്റിൽ കണ്ടപ്പോൾ ഓക്കെ ഞാൻ ഹാപ്പി ആയി. കുറേ നാളായില്ല നമുക്ക് കാണുന്നുണ്ട്. നമ്മളോ ആ അതെ
Nasir Babu, President Merchant Association, Sri Advocate A.J. Riaz, District General Secretary, Sri Viju Jose, Sri Viju Jose and Sri Leo Vijay, Managing Partners, അതുപോലെ നമ്മുടെ parents and managers എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു വൈദ്യുതി സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ അഞ്ഞി കൊടുക്കണ്ട നമ്മള് തീവ്രവാദികളെ കൊണ്ട് പഠിപ്പിക്കാതെ കൊണ്ട് പഠിപ്പിക്കാതെ അല്ല അത് കഴിഞ്ഞല്ലോ ഒരു ഷോട്ട് കഴിഞ്ഞു. വെൽക്കം സർ. കൈയടിക്കാൻ ഒട്ടും കുറവ് വേണ്ട കേട്ടോ, എല്ലാവരും നന്നായിട്ട് കൈയടിക്കണം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും അവരുടെ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്നത് ആലുവ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ബഹുമാനപ്പെട്ട ശ്രീമതി 5G സോളി, വൈസ് ചെയർമാൻ, സോറി കേട്ടോ, വൈസ് ചെയർമാനാണ്. പിന്നെ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് സിനി ആർട്ടിസ്റ്റും കൂടിയായ ശ്രീമതി ദേവി ചന്ദന. പ്രിയപ്പെട്ട നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ പ്രിയങ്കരനായ ജോണേട്ടൻ, അതുപോലെ തന്നെ ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ലീന, വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സൈജി ജോളി, മർച്ചന്റ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നസീർ ബാബു, നമ്മുടെ അനുഗ്രഹീത കലാകാരി ദേവി നന്ദന, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, മർച്ചന്റ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, ഈ നമ്മുടെ ഈ സംരംഭത്തിന്റെ നക്ഷത്ര ഗോൾഡിന്റെ പ്രിയപ്പെട്ട സാരഥികളായ ശ്രീ ബിനു, ശ്രീ ലിയോ, മറ്റ് കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരൻ, 10 വർഷം തികയാണ് നമ്മളുടെ നക്ഷത്ര ഗോൾഡ്. നമുക്ക് അഭിമാനത്തോടെ പറയാം, ആലുവയിൽ നിന്നും തുടങ്ങിയ സ്ഥാപനം ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പെരുമ്പാവൂരും എറണാകുളത്തും അങ്ങനെ വിവിധ പ്രദേശത്തും MG റോഡിലാണ് ഏറ്റവും ലാസ്റ്റ് ഷോറൂം തുറന്നത്. അപ്പൊ MG റോഡിലും ഒക്കെ അവിടെ എത്തി ഈ സ്ഥാപനം വിപുലീകരിക്കാൻ സാധിച്ച് നമ്മുടെ ആലുവയുടെ ഐശ്വര്യമായിട്ട് ഞങ്ങളതിനെ സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ റീ ഇനാഗ്രേഷനാണ്, നമുക്ക് നല്ല മനോഹരമായി തന്നെ അത് അതിൻ്റെ ഒരു പുതുമ തന്നെ നമുക്ക് ജ്വല്ലറിയെ നോക്കി കാണാൻ സാധിക്കും, ഒരു ഐശ്വര്യത്തോടെ നോക്കി കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് സ്വർണം, നമുക്കറിയാം മലയാളികളൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്ന ആളുകളാണ്. സ്വർണത്തിന്റെ വില ഓരോ ദിവസം ചെല്ലുന്നതോറും കുതിച്ചു വരികയാണ്. ആകെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ സ്വർണം പണയം വെച്ചവർക്ക് പുതുക്കി വെക്കാൻ എളുപ്പമായില്ല. കാരണം സ്വർണം പണയുന്നതൊക്കെ ആളുകൾക്ക് ഓരോ വർഷം പുതുക്കി വെക്കാം. കാരണം സ്വർണത്തിന്റെ വില കൂടുതലും ഇതിന്റെ മൂല്യം കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജപ്തി ചെയ്തൊന്നും പോകും, അത് ലേലം പിടിച്ചൊന്നും പോകില്ല. എന്നാലും സ്വർണം മലയാളിയെ സംബന്ധിച്ചാലും വലിയൊരു വീക്ക്നെസ് തന്നെ. എല്ലാവരും അത്യാവശ്യം സ്വർണം ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന് മാത്രമേ പറയാനുള്ളത്. എന്തായാലും നക്ഷത്ര ഗോൾഡ് നമുക്ക് ആലുവയിൽ വന്നിട്ട് 10 വർഷം തികയുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഞങ്ങളൊക്കെ വിളിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തും. ഇവിടെ എല്ലാവരും വിശിഷ്ട അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്.
ഏതായാലും മിസ്റ്റർ ബിനുവിനെയും ലിയോയെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും, കാരണം അവരുടെ നിരന്തരമായ കഠിനാധ്വാനം, അതിൻ്റെ ഒരു ഫോളോ അപ്പ്, ഒരു ബിസിനസ് ആകുമ്പോൾ അതിന് സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ എടുത്തുകൊണ്ട് തന്നെ അവർ അത്രമാത്രം ആ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചാൽ കൂടുതൽ നമുക്ക് സ്ഥാപനങ്ങൾ ഇവർക്ക് തുടങ്ങാൻ സാധിച്ചതിൽ അതിൽ മാത്രം ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും കൂടുതൽ വർഷങ്ങൾ നല്ല ഒരു ബിസിനസ് സാമ്രാജ്യം പണിത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിലൂടെ സാധാരണക്കാർക്ക് ന്യായമായ വിലക്ക് സ്വർണം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറ് പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവിടെ സ്വർണം നൽകിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ യുവർ ടൈം സർ. അടുത്തതായി താങ്ക് യു റസ്മിൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇന്ന് നക്ഷത്രയുടെ പ്രീ ഓപ്പണിങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. സത്യം പറഞ്ഞാൽ നക്ഷത്രയും ഞാനുമായിട്ട് ഒരു ആത്മബന്ധം തുടങ്ങുന്നത് നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ്. ഞങ്ങളുടെ ഒരു ബ്ലോഗിങ് തുടങ്ങുന്നത്, ദേവീചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിലൂടെയാണ്. അവിടുന്ന് തുടങ്ങി ഇന്നോളം ഞങ്ങളുടെ ഒരു കുടുംബ അംഗം തന്നെയാണ് നക്ഷത്ര. അപ്പം നക്ഷത്രയുടെ ഈ ഒരു പുതിയ സംരംഭത്തിനും ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. അതിന് ഒരുപാട് സന്തോഷം. ഞങ്ങളെ ക്ഷണിച്ചത്, ഇതിൻ്റെ ഭാഗമാക്കിയത്. ഏതൊരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്ന ആ നാട്ടിലെ ജനങ്ങളുടെ സഹകരണം തന്നെയാണ്. അത് തീർച്ചയായിട്ടും 10 വർഷമായിട്ട്, ഒരു പതിറ്റാണ്ടായിട്ട് നിങ്ങൾ നക്ഷത്രയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വരുന്ന ഓണത്തിന് അഡ്വാൻസ് ആയിട്ട് എല്ലാ വിഷസും അർപ്പിക്കുകയാണ്. ഇവിടെ വന്നപ്പം എൻ്റെ അടുത്തൊരു ആൻറ്റി ചോദിച്ചു, അയ്യോ ഇന്നലെ വാത്സല്യത്തിൽ വീണതേ ഉള്ളൂ, ഇന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ആ സീരിയലുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ സീരിയലിലൊക്കെ കഥാപാത്രങ്ങളോട് ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. പക്ഷേ ജീവിതം അതൊരു എന്താ പറയുക, ഞങ്ങളുടെ ജോലിയുടെ ഭാഗം മാത്രമാണ്. അപ്പോൾ അതെല്ലാം കാണുന്നു, ആ സന്തോഷം അറിയിക്കുന്നു എന്നറിയുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോഴും പറയുന്നതാണ്, കലാകാരന്മാരും ഒരു ബിസിനസ് സംരംഭവും ഒരുപോലെ തന്നെയാണ്. കാരണം അത് ഞങ്ങൾ മാത്രം തീരുമാനിച്ചാൽ അത് വിജയിക്കില്ല. അത് കാണാൻ പ്രേക്ഷകരുണ്ടാവണം. ഒരു സ്ഥാപനത്തിൽ അത് വാങ്ങിക്കാൻ കച്ചവടക്കാരുണ്ടാവണം, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ സംരംഭകരുണ്ടാവണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനം വിജയിക്കുകയുള്ളൂ. ഒരു കലാകാരിയുടെ വിജയം എന്ന് പറഞ്ഞാലും പ്രേക്ഷകർ തന്നെയാണ്. അപ്പം എപ്പോഴും അത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മാം. ഇനിയും ഒരുപാട് നക്ഷത്രയുടെ ഫാമിലിയുടെ കൂടെ ഇനിയും യാത്ര ചെയ്യട്ടെ. ഓൾ ഓഫ് യു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഇനാഗ്രേഷൻ ഡേയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. എല്ലാവരും എല്ലാ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും സമയം മഴയൊക്കെ ആണെങ്കിലും ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സ്കോളർഷിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ അനാമിക സുനിൽ കുമാർ, 10th സ്റ്റാൻഡേർഡ്. 18 മുനിസിപ്പാലിറ്റികളിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുമായിട്ട് ആണ് കുട്ടികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 10ാം ക്ലാസ്സിലും +2നും ഏറ്റവും അധികം മാർക്ക് വാങ്ങിച്ചവരിൽ നിന്ന് മികച്ച കുട്ടികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അനാമിക സുനിൽ കുമാർ, 10th. എവ്രിവൺ നല്ല കൈയടി കൊടുക്കണം. നമ്മളുടെ ഇടയിൽ നിന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികൾ, ഇവരൊക്കെയാണ് നാളത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും പ്രതീകങ്ങൾ. സൊസൈറ്റിയിലും മിടുക്കന്മാരും മിടുക്കികളുമായി വളർന്നു വരാൻ ഇവർക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് ആൻമരിയ ബിജു 10th സ്റ്റാൻഡേർഡ്, ശ്രീമൂലനഗരം. യെസ്. അശ്വചിത്ര VS. അടുത്തതായിട്ട് അശ്വചിത്ര VS 10th സ്റ്റാൻഡേർഡ്, ചേന്ദമംഗലം പഞ്ചായത്താണ്. അശ്വചിത്ര VS 10th സ്റ്റാൻഡേർഡ്. അടുത്തതായിട്ട് അതുൽ KV 10th സ്റ്റാൻഡേർഡ്. അതുൽ KV 10th സ്റ്റാൻഡേർഡ്. ക്രിസ്മോൻ ബൈജു ചോർണിക്കര. ദിൽന അൻവർ. Next one is Dilna Anwar. Please welcome Dilna Anwar onto the stage. Dia Farhan, Chengamanadu.
ഇതിനൊന്നും ഒരു തടസ്സമല്ല എന്നും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു നല്ല മാതൃക കൂടെയാണ് അസ്ന ഷെറിൻ. പ്ലീസ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് സ്പെഷ്യൽ അപ്ലോസ് ഫോർ അസ്ന. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വൺ ഈസ് ലൈന. നല്ലൊരു കൈയടി. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒഫീഷ്യൽ ചടങ്ങുകളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാനൊരു കുട്ടീനെ നേരത്തെ സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സന ഫാത്തിമ. സനയുടെ ഒരു പാട്ടാവാലോ അല്ലേ? ധൃതിയുണ്ടോ? ഇല്ല, ഇല്ലാന്ന് പറയണം. കാരണം 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച നമ്മുടെ സന ഫാത്തിമയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ പാടാൻ പോയപ്പോൾ നമ്മുടെ MLA സാർ വന്നതുകൊണ്ടാണ്. അപ്പോൾ സന റെഡിയല്ലേ? ഹലോ, അടിപൊളിയായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു സനയുടെ പാട്ട്? നിങ്ങൾ ഉഷാർ പോലെ, നിങ്ങൾ പഠിക്കാൻ മാത്രമേ കേമന്മാരുള്ളൂ. ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചേ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഒരു അടിപൊളി പാട്ട് ഇന്നിവിടെ ആരംഭിച്ചത്. അപ്പോൾ താങ്ക് യു സന. അപ്പോൾ ഇനിയും ഒരുപാട് A+കൾ വാരി കൂരട്ടെ. ഇനിയും ഒരുപാട് സ്കോളർഷിപ്പുകൾ നക്ഷത്രം നിങ്ങൾക്ക് തരട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ആണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും മസ്റ്റായിട്ടും നമ്മുടെ ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യണം. അപ്പോൾ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് നക്ഷത്രയ്ക്കുള്ളത്. അപ്പോൾ ഇതുപോലെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരുപാട് നല്ല കാര്യങ്ങളും നക്ഷത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിൽ എത്തിച്ചേരാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് നന്ദി നക്ഷത്രയോട് അറിയിച്ചുകൊള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഷോറൂം വിസിറ്റ് ചെയ്യില്ലേ? ഹലോ, ചെയ്യും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കോ? എൻ്റെ ഒരു സന്തോഷത്തിന് പ്ലീസ്. അതാണ്. താങ്ക് യു. മീഡിയക്കാരുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഒരുപാട് ഒരു ആയിരം നന്ദി അറിയിക്കുകയാണ്. ഒന്നും പറയാനില്ല. വേറൊരു ലോകം, ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പോലെ വേറൊരു ലോകമാണ്. ഇതൊരു ഗെയിം റിയാലിറ്റി ഷോ മാത്രമാണ്. ഞങ്ങളുടെ ഗെയിം അവിടെ കഴിഞ്ഞു. പുറത്ത് ഞങ്ങൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അടിപൊളിയായിട്ട് പോകുന്നു. ഓരോ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ജാസ്മിനും ഗബ്രി ഞങ്ങളെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. ശ്രീതു അർജുനായിട്ടുള്ള ട്രിപ്പ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും ഭയങ്കര തിരക്കിലാണ്. അർജുൻ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളുണ്ട്. ശ്രീതു ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളൊരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണാം. മീറ്റപ്പ് ഇനിയുണ്ട്. ഇനി അത് സർപ്രൈസാണ്. വരുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആഫ്റ്റർ ലൈഫ് എന്താ പറയുക, ആഫ്റ്റർ ലൈഫ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അവരവരുടെ ലൈഫിൽ ബിസിയാണ്. ഞാനും ഇങ്ങനെ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ടീച്ചിങ് ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളൊരു ഹൈപ്പ് ഉള്ളത് കൊണ്ട് അങ്ങനെ കുറച്ചുകൂടി കരിയർ ഒന്ന് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ PhDക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ PhD ജോയിൻ ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ നിലവിലത്തെ പ്ലാൻസ്. പിന്നെ ഇങ്ങനെ ചെറിയ ആങ്കറിങ്ങും പരിപാടികളും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ അല്ലേ? ശരിക്കും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണുന്നുണ്ടോ? ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അധികം ഉള്ളത് ഇടാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ജാസ്മിൻ ഇന്ന് എത്തും. ടൈമൊന്നും ഞാൻ പറഞ്ഞില്ല. ജാസ്മിന് കുറച്ച് കഴിയുമ്പോൾ വരും. ഞാൻ പോയി പിക്ക് ചെയ്യും. അവളിനി കൊച്ചിയിൽ കുറച്ച് നാളുണ്ടാവും. ഓരോ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ്. കാരണം അവൾക്ക് കൊച്ചിയിൽ വേറെ കണക്ഷൻസ് ഒന്നുമില്ല. ഞാൻ മാത്രമുള്ളപ്പോൾ ഞങ്ങളെപ്പോഴും ഒരുമിച്ചുണ്ടാവും. നാളെ ഇന്ന് 14-ാം തീയതി ജാസ്മിൻ്റെ ഫാൻസ് മീറ്റപ്പാണ്. അപ്പോൾ അതിനുണ്ടാവും. എല്ലാവരും ഉണ്ടാവും. യെസ്, താങ്ക് യു ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളവരൊക്കെ ആലുവയിൽ ഇവിടെ 10 വർഷമായി ഈ ഒരു ജ്വല്ലറി ഇവിടെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ റീ ഓപ്പണിംഗ് ആണ്. അപ്പോൾ എറണാകുളത്തെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരിക, കാണുക, എക്സ്പ്ലോർ ചെയ്യുക. കുറഞ്ഞ പലിക്കൂലിക്ക് അവരൊക്കെ തരുന്നത്. ഓക്കെ ഗൈസ്, ബൈ.